Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, miss. Good afternoon. Okay, we can start. ആദ്യം തന്നെ PDF അങ്ങ് ഷെയർ ചെയ്തു മറന്നു കൊണ്ട് വെച്ചിട്ട്. Okay, so we can start with a silent prayer. കുട്ടീസ് ആരെങ്കിലും പ്രേയറിനുണ്ടെങ്കിൽ people can have peace. ഒരു സൈലന്റ് പ്രയറോട് സ്റ്റാർട്ട് ചെയ്യും. യെസ് വിനീത, പ്രയർ ഉണ്ടോ? എന്തോ Prayer ചൊല്ലട്ടെ. ഓക്കെ ഓക്കെ പ്ലീസ്. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. സേവിപ്പാൻ ശക്തി നൽകണം, സത്യധർമാദി സദ്ഗുണങ്ങള ജീവിതം ധന്യമാക്കണം. ബുദ്ധനും മഹാവിഷ്ണുവും യേശുക്രിസ്തുവും നബിയല്ലാഹു എല്ലാം ഏകമാണെന്ന വേദാന്തം ഞങ്ങളിൽ ദൃഢമാക്കണം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. താങ്ക് യു. ആക്ച്വലി ഇന്ന് 4th യൂണിറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒട്ടും എടുത്തിട്ടില്ലല്ലോ. അപ്പൊ അതിൽ കുറച്ച് പോർഷൻ നിഷ സെമിനാർ ആയിട്ട് എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ നിഷയുടെ ആ ടോപ്പിക് എത്തുന്നവരെ ഞാൻ ക്ലാസ് എടുത്തതിന് ശേഷം നിഷ സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ നല്ലത്? നിഷ ഓക്കെ ആണോ അങ്ങനെ? ഓക്കെ ഓക്കെ മാം. ഓക്കെ, സോ 4th വൺ വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകും. അത് മാത്രമല്ല, വൺസ് യു started in your career in any of the educational institution, you can experience this. നമ്മൾ ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊരു ട്യൂഷൻ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെയും നമുക്കിതെല്ലാം നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന കാര്യമാണ്. ഇങ്ങനെ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ, അതിന്റെ നീഡ് എന്താണ്, അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതിനുവേണ്ടി ചേഞ്ചസ് എവിടെയൊക്കെ വരുത്തണം, അതിന് വേണ്ടുന്ന റിസോഴ്സസ് എവിടെ നിന്നൊക്കെ കൊണ്ടുവരണം, അതാണ് ഇത് പറയുന്നത്. ടീച്ചർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് നമ്മൾ പറയണമെങ്കിൽ തന്നെ നമ്മൾ ഫുള്ളി കോൺഫിഡന്റ് ആയിരിക്കണം അബൌട്ട് ദ കറന്റ് അപ്ഡേഷൻ. പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നത്, അത് ഏത് ഏരിയയിലാണെങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഈവൻ ദോ മീഡിയാസിൽ വരുന്ന ചേഞ്ചസ്, ഒരു മൂവിയുടെ ഇമ്പാക്ട്, അല്ലെങ്കിൽ ഒരു ഫുഡ് ഹാബിറ്റ്സിന്റെ എന്തെങ്കിലും ഒരു എന്താ ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ ഒരു കസ്റ്റമിന്റെ ഇൻഫ്ലുവൻസ്, അങ്ങനെ എന്ത് നടക്കുന്നതിനെ പറ്റി ഒരു ടീച്ചർ അപ്ഡേറ്റഡ് ആയിരിക്കണം. കാരണം കുട്ടികളെല്ലാം ഇപ്പൊ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നതാ, ബട്ട് കുട്ടികളെ മനസ്സിലാക്കുന്നില്ല. അവരുടെ മനസ്സിനെ അറിയാൻ ഗൂഗിളിന് പറ്റില്ല, അതിനറിയാൻ പറ്റുന്നത് ടീച്ചർക്ക് തന്നെയുള്ളൂ. അപ്പൊ ആ രീതിയിൽ ഒരു ടീച്ചർ അപ്ഡേറ്റഡ് ആണ്. നമ്മള് ചിലപ്പോ നമ്മുടെ ഈ ബാച്ചിലൊക്കെ തന്നെയും പല ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. 1 സെക്കൻഡ് കേട്ടോ, എനിക്ക് ഓഫീസിൽ നിന്ന് ഒരു കോള് വരുന്നു, അതുകൊണ്ട് അറിയില്ലല്ലോ ഈ ടൈമിൽ ക്ലാസ് ഉണ്ടെന്ന്.
ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇതാണ് ശരിക്കും ഈ ഒരു കണ്ടന്റിൽ വരുന്നത്. എങ്ങനെ ടീച്ചർ അപ്ഡേറ്റഡ് ആകണം, അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതിന് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഫ്രം ദ മാനേജ്മെന്റ് സൈഡ്, ഫ്രം ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫ്രം പാരന്റ്സ് ആൻഡ് ഫ്രം സ്റ്റുഡൻസ് ഓൾസോ. നമ്മൾ ശരിക്കും ഇതൊക്കെ അവയർനെസ് പാരന്റ്സിനും സ്റ്റുഡൻസിനും കൊടുക്കേണ്ടതാണ്, ടീച്ചേഴ്സിന് കൊടുക്കുന്നതിനൊപ്പം തന്നെ. കാരണം ഇതൊരു ടീം വർക്കാണ്. പലരും ചിലപ്പോ ഭയങ്കര ഡ്രീം ജോബ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ലിവ്ലിഹുഡ്, ഒരു ഉപജീവന മാർഗം കൂടിയാണല്ലോ, നമുക്കൊരു വരുമാനം വേണ്ടേ. അങ്ങനെയൊക്കെ ഉദ്ദേശിച്ച് ജോബിന് വന്ന് മനസ്സ് മടുത്ത് റിസൈൻ ചെയ്ത് പോകുന്ന അങ്ങനെയൊക്കെ പല കേസസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഫാക്കൾട്ടിക്ക് കൊടുക്കേണ്ട ചില കാര്യങ്ങൾ, അവരുടെ നീഡ്സ് മനസ്സിലാക്കേണ്ടത്, അവരുടെ സ്കില്ല് മനസ്സിലാക്കി ഡെവലപ്പ് ചെയ്യും. ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. നിങ്ങൾ തന്നെ ഈ ഒരു കോഴ്സ് ഇതാണെങ്കിലും ടീച്ചർ ട്രെയിനിങ് ഏത് കോഴ്സ് തന്നെയാണെങ്കിലും ഇൻ ബിറ്റ്വീൻ ദ കോഴ്സ് ടീച്ചിങ് പ്രാക്ടീസ് ഇന്റേൺഷിപ്പ് എന്ന് നിങ്ങൾ പറയുന്നത് അങ്ങനെ ഒരു എക്സ്പീരിയൻസിലൂടെ നമ്മൾ കടന്നു പോകും. അപ്പൊ ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ്. ചിലര് ചോദിക്കും നിർബന്ധമുണ്ടോ? ആക്ച്വലി ഇൻസ്റ്റിറ്റ്യൂട്ടിനോ ക്ലാസ് എടുക്കുന്ന ട്രെയിനർക്കോ അത് നമ്മൾ നിർബന്ധമായിട്ട് പറയില്ല. ബട്ട് ഇറ്റ്സ് യുവർ നീഡ്, യു ഹാവ് ടു ഡു ദിസ്. നിങ്ങൾ ആ ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് ഡെവലപ്പ് ആകുള്ളൂ. അങ്ങനെ ചേഞ്ചസ് എത്ര പേർക്ക് വന്നു അല്ലെ? അങ്ങനെ ഒരു ചേഞ്ചസ് വന്നു. അപ്പൊ ഇങ്ങനെ പോകാൻ പറ്റാത്തവർക്ക് എന്താ പറയുക, കോമ്പൻസേറ്ററി ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സജഷൻ വന്നതാണ്. അതെനിക്ക് ആ ഒരു സജഷൻ എനിക്ക് തന്ന ജയശ്രീ ആയിരുന്നു, നമ്മുടെ ഈ ബാച്ചിലുള്ളത്. ഓൺലൈൻ ആയിട്ടുള്ള ടീച്ചിങ് പ്രാക്ടീസ് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം, അതിന് കുറച്ചൊരു പണിയുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഇനിയുള്ള ബാച്ചുകൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒരു സർട്ടിഫിക്കറ്റും പ്രൊവൈഡ് ചെയ്യും ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തു എന്നുള്ള രീതിയിൽ. അങ്ങനെ ചെറിയൊരു പ്ലാറ്റ്ഫോം ഫീയും ഉണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ ചിലപ്പോൾ 2 ഫാക്കൾട്ടിയിലൊക്കെ വന്ന് ഇവർക്ക് വേണ്ടിയിട്ട് ഗൈഡ് ആയിട്ട് മെന്റർ ആയിട്ടൊക്കെ ഇരിക്കുന്നതാണല്ലോ. അപ്പൊ ഇറ്റ്സ് ഡിപ്പെൻഡിങ് ഓൺ ദി ഡിസിഷൻ ഓഫ് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ സ്റ്റാർട്ട് സൂൺ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ടീച്ചിങ് ലേണിംഗ് സെന്റേഴ്സ് TLC മറിയ മോണ്ടിസോറി ചെയ്തതും അതായിരുന്നു. അവർക്ക് ആ മെത്തേഡ് അറിയാം. സോ ഐ ഹാവ് ടു സ്പ്രെഡ് ഇറ്റ് ഓൾ ഓവർ ദ വേൾഡ് എന്നുള്ള വിചാരത്തിൽ അവർ സെന്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തു. ഇതുപോലെ മോണ്ടിസോറി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്റ്റാർട്ട് ചെയ്തു. അവിടെ എന്നിട്ട് അവിടെ ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ട് തുടങ്ങി. നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യുന്ന പോലെ അങ്ങനെ പലയിടത്തും പല ഏജൻസികൾ അല്ലെങ്കിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇതുപോലെ ട്രെയിനിങ് സെന്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ മോണ്ടിസോറി TTC മാത്രമല്ല, പല രീതിയിലുള്ള ഫാഷൻ ഡിസൈനിങ് അവിടെ നമ്മളൊരു ട്രെയിനിങ് കിട്ടുകയാണ്. അല്ലെങ്കിൽ അതുപോലെ തന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സ്, കേക്ക് മേക്കിംഗ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ. ഒരു ട്രെയിനിങ് സെന്റർ എന്തായാലും വേണം. ടീച്ചിങ് ലേണിംഗ് സെന്റർ എന്ന് പറയുന്നത് TLC. അതൊരു പ്ലാറ്റ്ഫോം ആണ് കൊടുക്കുന്നത്. അവിടെ വേരിയസ് ടൈപ്സ് ഓഫ് വർക്ക്ഷോപ്സ്, ട്രെയിനിങ്സ് എല്ലാം ഉണ്ടായിരിക്കും. അതെന്താണ് ഡെവലപ്പ് ചെയ്യുവാണ്. റെപ്പർട്ടോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പുതിയ വേർഡായിട്ട് എനിക്ക് തോന്നി, നിങ്ങൾ കേൾക്കുന്നതെന്ന് എനിക്കറിയില്ല. ലൈക്ക് അത് ഒരു പേഴ്സൺ ആണെങ്കിൽ തന്നെയും അവർക്ക് പല സ്കിൽസും ആപ്റ്റിറ്റ്യൂഡും ഉണ്ട്. അപ്പൊ ആ എൻ്റയർ റേഞ്ച് ഓഫ് സ്കിൽസ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡിനെ പ്രൊമോട്ട് ചെയ്യുക, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അതിന് വേണ്ടിയിട്ട് അതാണ് റെപ്പർട്ടോയർ എന്ന് പറയുന്നത്. അവരുടെ പ്രൊഫഷണൽ സ്കിൽസ്, അതായത് എല്ലാ മനുഷ്യരുടെ ഉള്ളിലും പൊട്ടൻഷ്യൽ ഉണ്ട്. ഒരു തീ പോലെ ഇങ്ങനെ കത്താൻ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതാരെങ്കിലും ഒന്ന് കത്തിച്ചു വിടണം, അത് ഇഗ്നൈറ്റ് ചെയ്യണം. APJ അബ്ദുൽ കലാം എപ്പോഴും അതാണ് പറയുന്നത്, ഇഗ്നൈറ്റ് ദ പൊട്ടൻഷ്യൽ. ആ ഉള്ളിൽ കിടക്കുന്ന അതിനെ ഒന്ന് കത്തിച്ചു വിട്ടാൽ മതി. ജസ്റ്റ് റോക്കറ്റ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ മനുഷ്യരിലും അവരിൽ അത് ആ ഒരു ഇത് പുറത്തേക്ക് വരും, കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്തു വരും. പിന്നെ ഇതുപോലെ ഒരു നമുക്കറിയാം, ഇപ്പം പലരും വർക്ക് ചെയ്തപ്പോഴും അല്ലെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസിൽ പോയപ്പോഴും നിങ്ങൾക്ക് ആ ഒരു സബ്ജക്ട് അതിന്റെ ടീച്ചിങ് അല്ലെങ്കിൽ ലേണിംഗ് ആയിരുന്നില്ല അവിടെ ചെയ്യേണ്ടി വന്നിരുന്നത്. ആനുവൽ ഡേ വന്നപ്പോൾ ഹെൽപ്പ് ചെയ്യേണ്ട വന്നു, അല്ലാതെ ഏതോ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യേണ്ട വന്നു. ചിലർ ഡാൻസ് അറിയാവുന്നവർ ഡാൻസ് പഠിപ്പിക്കാൻ തുടങ്ങി, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അറിയാവുന്നവർ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടാക്കി. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്തു. അപ്പൊ അതെല്ലാം അറിയണം. പിന്നെ ചെറിയ കുട്ടികളെയൊക്കെ ആവുമ്പോൾ തന്നെയും സ്റ്റോറി ടെല്ലിങ്, ക്രാഫ്റ്റ് വർക്ക്, മ്യൂസിക്, ചെറിയ ഡ്രാമ, ആനുവൽ ഡേ വരുമ്പോൾ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കണം. പിന്നെ കിഡ്സ് ഫെസ്റ്റ് അല്ലെങ്കിൽ ആർട്ട് ഫെസ്റ്റിവൽ അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ കുട്ടികൾ പല ഏരിയയിലും കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ അവരെ മോൾഡ് ചെയ്തെടുക്കണം. പിന്നെ ശരിക്കും ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും എല്ലാം അവിടെ വരുവാണ്. പിന്നെ ലാംഗ്വേജ്, പലപ്പോഴും ലാംഗ്വേജ് യൂസ് ചെയ്യേണ്ടതായിട്ട് അതിന്റെ ഏരിയയിൽ നല്ല രീതിയിൽ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ
ബുള്ളറ്റിൻ ബോർഡ്സ് പറഞ്ഞാൽ അറിയാലോ എന്താന്നുള്ളത്. എന്താ ബുള്ളറ്റിൻ ബോർഡ്സ്? നമ്മൾ കണ്ടിട്ടില്ലേ ഈ സ്കൂളുകളിലാണെങ്കിലും ഓഫീസുകളിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ വലിയൊരു സർഫസ്, ഒരു ബോർഡ്, അതില് പല പല മെസ്സേജ് ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ചിലപ്പോ പേപ്പർ ആയിട്ടോ അങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണ് അങ്ങനെ നോട്ടീസ് ബോർഡ് ആണോ മാം? ഓൾമോസ്റ്റ് നോട്ടീസ് ബോർഡ് പോലെ തന്നെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാം. റീസെന്റ് ന്യൂസ്, ഇപ്പൊ കുട്ടികളുടെ അച്ചീവ്മെന്റിന്റെ ഫോട്ടോ കിട്ടി, അത് അവിടെ പിൻ ചെയ്തിരുന്നു. നോട്ടീസ് ബോർഡ് എന്ന് പറയുമ്പോൾ അതില് മെസ്സേജ് മാത്രമാണോ വരുന്നത്? പിക്ചേഴ്സ് ഒക്കെ ഇടൂ? എനിക്കറിയില്ല, ചോദിച്ചതാ. അപ്പൊ ഇങ്ങനെ ഇപ്പൊ കുട്ടികളെ പുറത്ത് സ്കൂളിനെ റെപ്രസെന്റ് ചെയ്ത് എന്തിനെങ്കിലും പോയി അവർക്ക് അച്ചീവ്മെന്റ് കിട്ടി അതിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് വെക്കാം. അങ്ങനെ പിന്നെ റീസെന്റ് ആയിട്ട് എന്തെങ്കിലും പ്രോഗ്രാംസ്, ഓണാഘോഷം വരുന്നു, അപ്പൊ അതിന്റെ ഒരു മെസ്സേജ്, അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പറ്റീഷൻ വരുന്നു അതിന്റെ ഒരു മെസ്സേജ്, അങ്ങനെ മെസ്സേജുകൾ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സർഫസ്, അത് ബോർഡിന്റെ അതുപോലെ തന്നെ ഇരിക്കുന്നത്. പിന്നെ പല പല ഏരിയയിൽ ഓരോരോ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത് അങ്ങനെ. പിന്നെ ചെറിയ രീതിയിൽ ഈ റിസർച്ച് പ്രോജക്ട്സുകൾ ചെയ്യാം. അതുപോലെ തന്നെ ടീച്ചർ ട്രെയിനിങ്ങിന് വരുന്ന ടീച്ചേഴ്സ്, അതുപോലെ പ്രാക്ടീസ് ചെയ്യാൻ വരുന്ന ടീച്ചേഴ്സ്, അവരുടെ സ്കില്ലെല്ലാം ഡെവലപ്പ് ചെയ്യാനും അങ്ങനെ. ഇപ്പൊ നമ്മളിപ്പോ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ തന്നെ നമ്മളുടെ കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. ടീച്ചിങ് മാനുവൽ അവിടെ ഉള്ളവർ പറയുമ്പോൾ ലെസൺ പ്ലാൻ ചെയ്യും, അല്ലെങ്കിൽ അന്നത്തെ ദിവസം ബ്രീഫ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ബ്രീഫ് നോട്ട് എഴുതാൻ പറയുമായിരിക്കും ചില സ്കൂളുകൾ. അങ്ങനെ ഡിപ്പെൻസ്. അപ്പൊ വരുന്ന ട്രെയിനീസിനെ ഈ ഇങ്ങനെയുള്ള ആളുകളെയും എല്ലാം പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ, ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള കോംപ്ലിമെന്ററി സ്ട്രക്ചേഴ്സ്, അതാണ് ശരിക്കും ഇവിടെ വരേണ്ടത്. അതായത് ഇവരെ പ്രൊമോട്ട് ചെയ്യണം, ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലല്ല, മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കും. അപ്പൊ ഒരു 10-12 ടീച്ചേഴ്സ് ഉണ്ട്, ഓരോരുത്തർക്കും ഓരോ സ്കില്ലാണ്, പക്ഷെ അവർക്ക് പുറത്തേക്ക് പറയാൻ മടിയായിരിക്കും. സോ ടീച്ചർമാർക്ക് ഇൻബിറ്റ്വീൻ തന്നെ ഇയാൾ ഇതിൽ കഴിവുള്ളതാണെന്ന് പറഞ്ഞ് പോയിന്റ് ഔട്ട് ചെയ്യാം, അവർ ആ ഏരിയയിലേക്ക് തിരിച്ചു വിടാം. ലൈക്ക് ദാറ്റ് റെസിപ്രോക്കൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഹെൽപ്പ് പോലെ. ഓക്കെ, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന് വരുന്നത്. പിന്നെ പലപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ നമ്മളിപ്പോ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു ഇവാലുവേഷൻ, ഒരു അനാലിസിസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. നിങ്ങൾക്കൊക്കെ സെമിനാർ എടുക്കാൻ പറ്റുന്ന നല്ലൊരു ടോപ്പിക് ആയിരുന്നു സോട്ട് അനാലിസിസ്. ഈ സോട്ട് അനാലിസിസ് എഡ്യൂക്കേഷണൽ ഇതിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും സോട്ട് അനാലിസിസ് കൊടുക്കും. സോട്ട് അനാലിസിസ് ഇപ്പൊ നമ്മളിപ്പോ ഒരു എന്താ പറയുക, ഒരു മെന്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരാൾ വരുമ്പോഴും നമ്മൾ സോട്ട് അനാലിസിസ്, ആ ഒരു അസസ്മെന്റ് ആണ് എടുക്കുന്നത്. അയാളുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെഡ്സ്. അപ്പോൾ സോട്ട് അനാലിസിസിനെ നമ്മൾ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് ഫാക്ടേഴ്സും വരുന്നുണ്ട്, നെഗറ്റീവ് ഫാക്ടേഴ്സും വരുന്നുണ്ട്. സ്ട്രെങ്ത്, വീക്ക്നെസ് നമ്മൾ ഒരു സൈഡ്, സ്ട്രെങ്ത്, ഓപ്പർച്യൂണിറ്റീസ് ഒരു സൈഡിൽ പോസിറ്റീവ് ഫാക്ടേഴ്സ് ആയിട്ട് കാണുവാണെങ്കിൽ, വീക്ക്നെസ് ആൻഡ് ത്രെഡ്സ് വേറൊരു സൈഡിൽ നെഗറ്റീവ് ഫാക്ടേഴ്സ് ആയിട്ട് വരും. എന്നിട്ട് ഇതിന്റെ രണ്ടിന്റെയും ഒരു അനാലിസിസ് ആണ് നടക്കുന്നത്. ആ വ്യക്തിയിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, ഏതൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതുപോലെ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോട്ട് അനാലിസിസ് നടക്കുന്നത് നല്ലതായിരിക്കും. ഒരു ടീച്ചർക്ക് സ്ട്രെങ്ത് ഉണ്ടായിരിക്കും, ബട്ട് ദ സെയിം ടൈം തന്നെ വീക്ക്നെസ് കാണും. അപ്പോ ഫോർ എക്സാമ്പിൾ അവർ നല്ലപോലെ എഴുതുന്ന ഒരു ടീച്ചർ ആയിരിക്കാം, പക്ഷെ ലാംഗ്വേജിൽ ചെറിയ പ്രശ്നമായിരിക്കാം അവരുടെ വീക്ക്നെസ്. അപ്പോ അവിടെ അവർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ്, ട്രെയിനിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ ഒരു സ്കൂളിന്റെ വിഷൻ എന്ന് പറയുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പല സെറ്റ് ഓഫ് ബിലീഫ്സ്, ആ ഓർഗനൈസേഷന്റെ ബിലീഫ് വെച്ചിട്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന പല കാര്യങ്ങളും, എൻവയോൺമെന്റ്, കൾച്ചർ, സ്ട്രക്ചർ, ഫെസിലിറ്റീസ്, പ്ലാനിങ്, കമ്മ്യൂണിറ്റി. വിഷൻ, മിഷൻ, ഗോൾസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സ്കൂളിന്റെ പറയുന്നത്. മിഷൻ എന്താണ് ശരിക്കും, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മിഷൻ എന്ന് പറയുന്നത് തന്നെ അതിന്റെ ഒരു പർപ്പസ് തന്നെയാണല്ലേ, അച്ചീവ് ചെയ്യുക, അതൊരു റിസൾട്ട് ഓറിയന്റഡ്. സ്കൂളിന്റെ ഒരു നെയിം, ഒരു പേര് എല്ലാ കാലവും നിലനിൽക്കുന്ന രീതിയിൽ
ചില സ്കൂൾസിനൊക്കെ നല്ല രീതിയിൽ പേരുള്ളതായിരിക്കും. എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്ന് അതിന്റെ പേര് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തിരിച്ചു പിടിക്കാൻ പാടായിരിക്കും, പിന്നെ അഡ്മിഷൻ കുറയുന്നു, അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ പറ്റുമല്ലോ. അപ്പൊ മിഷൻ എന്ന് പറയുന്നത് എൻഡ് ഓഫ് ദ റോഡ് എന്നുള്ള രീതിയിലാണ്, എന്താണോ എയിം ചെയ്യുന്നത് അതിലേക്ക് അച്ചീവിലേക്ക് എത്തിച്ചേരുന്നത്. ഗോൾസ് നമ്മൾ ഒരു മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ മൈൽ പോസ്റ്റ് പോലെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുവാണ്. അതിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് ആ ഒരു അച്ചീവ്മെന്റ് പോസിബിൾ ആകും. ഗോൾസ് എന്ന് പറഞ്ഞപ്പോ ആ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന് വേണ്ടുന്ന ആക്ടിവിറ്റീസും പ്രോഗ്രാംസും എല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. പിന്നെ ഗോൾ എന്ന് പറയുമ്പോൾ ഏത് രീതിയിൽ വേണം ആ പ്രോഗ്രാം ചെയ്യാൻ. ഇപ്പോ ലാസ്റ്റ് വർഷം സ്റ്റേറ്റ് ലെവലില് അവർക്ക് എന്താ പറയാ ആർട്സ് ഇതില് ഫസ്റ്റ് ആയി. അപ്പൊ നെക്സ്റ്റ് ടൈം കുറച്ചുകൂടി ഇമ്പ്രൂവ് ആണ്. അങ്ങനെ കോമ്പറ്റീഷൻ കൂടുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ അതിനു വേണ്ടി എന്ത് വേണം എന്നുള്ളത് അപ്പോഴേ ആ ഒരു വർഷം മുമ്പ് തന്നെ അവർ ഗോള് സെറ്റ് ചെയ്ത് അതിന് വേണ്ടുന്ന പ്രോഗ്രാംസ് അവർ എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങും. അതിന് വേണ്ടുന്ന ട്രെയിനിങ്സ്, അതിന് വേണ്ടുന്ന പോസിബിലിറ്റീസ്, അതിന് വേണ്ടുന്ന സാഹചര്യങ്ങളെല്ലാം ഒരുക്കി ആ രീതിയിൽ ചെയ്യും. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷണൽ അസസ്മെന്റ്, അതായത് സോട്ട് അനാലിസിസ് നമ്മൾ പറഞ്ഞു, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെറ്റ്സ്, ഈ ഒരു രീതിയിലാണ് അതിന്റെ അസസ്മെന്റ് ചെയ്യുന്നത്. നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെയ്യാം, സർട്ടൺ കേസസ് നമുക്ക് വ്യക്തികളിൽ ചെയ്യാം. നമുക്ക് വരുന്ന സ്റ്റുഡൻസിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. അവരുടെ സ്ട്രെങ്ത് നമുക്ക് മനസ്സിലാക്കാം, വീക്ക്നെസ് മനസ്സിലാക്കി അതിനനുസരിച്ച് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതെല്ലാം ചെയ്യുന്നത്, ഈ അനാലിസിസ് എല്ലാം ചെയ്യുന്നത് എന്തിനാ? ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ കേസ് ആണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ല ക്വാളിറ്റി ഉള്ളതായി മാറണം. നമ്മളിപ്പോ ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യുമ്പോൾ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് നോക്കും. ആ പ്രോഡക്റ്റ് ഇപ്പൊ നിങ്ങൾ തന്നെ ഓൺലൈനായിട്ട് പല ബിസിനസ്സും ചെയ്യുന്ന ആളുകളുടെ അടുത്തുനിന്ന് എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് റിവ്യൂ നോക്കും അല്ലെ. എന്താണ് അവരിൽ നിന്നും പ്രോഡക്ട്സ് വാങ്ങിയവര് പറഞ്ഞിരിക്കുന്ന കസ്റ്റമേഴ്സിന്റെ റിവ്യൂ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യും. ചില കസ്റ്റമേഴ്സ് അത് വളരെ നല്ല രീതിയിൽ തന്നെ എഴുതും. അവർ ഉപയോഗിച്ചതിന് ശേഷവും സാധനം കയ്യിൽ കിട്ടുമ്പോഴും വീഡിയോ എടുത്തും ഫോട്ടോ എടുത്തും അതിന്റെ റിവ്യൂസ് പോസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം വേറൊരാൾക്ക് ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ക്വാളിറ്റി അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ സോട്ട് അനാലിസിസ് ചെയ്യണം. അതായത് ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സ്ട്രെങ്ത് എന്താണ്, ആ ഇൻസ്റ്റിറ്റ്യൂഷന് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ്, അതിന്റെ വീക്ക്നെസ് എവിടെയാണ്, ത്രെഡ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ അതെല്ലാം അനലൈസ് ചെയ്തിട്ട് സ്ട്രെങ്ത് കൂടുതൽ സ്ട്രെങ്തനാക്കാനായിട്ട് നോക്കും. വീക്ക്നെസ് അത് ലിമിറ്റ് ചെയ്യാനായിട്ട് നോക്കും, കുറയ്ക്കാൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കും. അതിന് വേണ്ടുന്ന ആക്ഷൻസ് എടുക്കും. അതുപോലെ തന്നെ പലപ്പോഴും പാരന്റൽ ത്രെഡ്സ് വരും അല്ലെ. പാരന്റൽ ത്രെഡ്സ് വരും. ഈ പറയുന്ന രീതിയിൽ പല രീതിയിലും പാരന്റൽ ത്രെഡ്സ് വരും. കുട്ടിയെ ഒന്ന് കണ്ണ് എന്താ പറയുക ഉരുട്ടി നോക്കിയാൽ കഴിഞ്ഞാൽ അതുവരെ ഇഷ്യൂ ആക്കി പാരന്റ്സ് വരാറുണ്ട്. കുട്ടി കളിക്കുന്നതിനിടയിൽ ഒന്ന് വീണ് മുറിഞ്ഞു അവിടെയും. അപ്പൊ പാരന്റ്സ് സൈഡിൽ നിന്ന് അങ്ങനെ ഭയങ്കര സപ്പോർട്ടിങ് ആയിട്ട് എപ്പോഴും കിട്ടണമെന്നില്ല. പാരന്റൽ ത്രെഡ്സ് വരും. അത് വരും. പിന്നെ ആ രീതിയിലുള്ള പല പൊട്ടൻഷ്യൽ ത്രെഡ്സും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഇന്റൻസിറ്റി ഒക്കെ റിഡ്യൂസ് ചെയ്യുക. അതിന്റെ പാരന്റ് ടീച്ചർ റിലേഷൻഷിപ്പ് അത് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പലപ്പോഴും മീറ്റിംഗ് കുട്ടികളുടെ സ്കൂളിന്റെ മീറ്റിംഗിൽ പോകുമ്പോൾ ചില പാരന്റ്സ് ഭയങ്കര അജിറ്റേറ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ്. ഹോം മാനേജ്മെന്റ് അത് ഭയങ്കര വിദഗ്ധമായി കൈകാര്യം ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ചില ത്രെഡ്സ് വരും. പാരന്റൽ ത്രെഡ്സ് ശരിക്കും റിഡ്യൂസ് ചെയ്യാനായിട്ട് പാരന്റ് ടീച്ചർ റിലേഷൻഷിപ്പ് നല്ല രീതിയിലാക്കിയാൽ മതി. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ മാനേജ്മെന്റുമായിട്ടുള്ള. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ്സ് സംഘടിപ്പിക്കുന്നത്. പാരന്റ്സിന് ചില പ്രോഗ്രാംസ്, ചില സ്കൂളുകൾ പാരന്റ്സിന്റെ മാത്രമായിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യും. ഗ്രാൻഡ് പാരന്റ്സ് ഡേയിൽ ഗ്രാൻഡ് പാരന്റ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് അവരെ ആദരിക്കുന്ന ചടങ്ങുകൾ, അങ്ങനെയൊക്കെ അതൊക്കെ ആ ഒരു ത്രെറ്റ് റിഡ്യൂസ് ചെയ്യാൻ കൂടിയുള്ള ഒരു മെത്തേഡ് തന്നെയാണ്. നല്ലൊരു പോസിറ്റീവ് വേ ആണത്. അപ്പൊ അങ്ങനെ വരുന്ന ത്രെഡ്സ് സ്കൂളിനെ ഇറിറ്റേറ്റ് ചെയ്യോ ഹാം ചെയ്യോ ചെയ്യരുത്. അപ്പൊ വീക്ക്നെസ് നമ്മൾ റിഡ്യൂസ് ചെയ്യാൻ നോക്കണം, സ്ട്രെങ്ത് നമ്മൾ കൂടുതൽ സ്ട്രെങ്തനാക്കാൻ നോക്കണം, വരുന്ന ത്രെഡ്സിനെയും റിഡ്യൂസ് ചെയ്യാനായിട്ട്. ഓപ്പർച്യൂണിറ്റീസ് വേരി ചെയ്യാം. ഓപ്പർച്യൂണിറ്റീസ് കാരണം ഡിപ്പെൻസ്, പലപ്പോഴും അത് എൻവിയോൺമെന്റിനെ ഡിപ്പെൻഡ് ചെയ്യും, അവിടുത്തെ PTA ഡിപ്പെൻഡ് ചെയ്യും, ഓപ്പർച്യൂണിറ്റീസ് ടീച്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും, സംടൈംസ് ക്ലൈമറ്റ് ഓൾസോ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. പലതരം ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്.
SWOT അനാലിസിസ് പല രീതിയിൽ നടത്താം. നമുക്ക് നമ്മൾ സർവേ ചെയ്യില്ലേ, ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ട് ഫില്ല് ചെയ്ത് വാങ്ങുന്ന പോലെ തന്നെ SWOT അനാലിസിസ് ചെയ്യാം. അതിപ്പോ ഒരു മീറ്റിംഗിൽ അതുപോലെ ചെയ്യാം. ടീച്ചേഴ്സിന് മാത്രമായിട്ട് അവർക്ക് മാത്രമായിട്ട് SWOT അനാലിസിസിന്റെ ഇത് കൊടുക്കാം, കാരണം അവരുടെ സജഷൻസ് ഇമ്പോർട്ടന്റ് ആണല്ലോ. പിന്നെ ഓപ്പൺ ഡിസ്കഷൻ, സ്റ്റാഫുമായിട്ടുള്ള ഓപ്പൺ ഡിസ്കഷൻ, അങ്ങനെ പല രീതിയിലും SWOT അനാലിസിസ് ചെയ്യാം. ഡേറ്റ കളക്ട് ചെയ്ത് ക്വസ്റ്റ്യനേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ സർവേ ചെയ്ത പോലെ തന്നെ ആ രീതിയിൽ SWOT അനാലിസിസ് ചെയ്യാം. വായിച്ചാൽ മനസ്സിലാകും. ഇനി പിന്നെ വൺസ് നമ്മള് ടീച്ചർ ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മൾ മനസ്സിലാക്കണം, ആ ടീച്ചേഴ്സ് ആയവരെ മനസ്സിലാക്കണം, അവരുടെ റോള്, അവരുടെ ഓബ്ലിഗേഷൻസ് എന്തെല്ലാമാണ്, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ, ഡ്യൂട്ടീസ്, കമ്മിറ്റ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവര് മനസ്സിലാക്കണം, ആക്സെപ്റ്റ് ചെയ്യണം, അഡാപ്റ്റ് ചെയ്യണം. കഴിഞ്ഞ ക്ലാസ്സിൽ ഏതോ ഒരു ക്ലാസ് റൂമിൽ ചെന്നപ്പോ ഇങ്ങനെ കേട്ടതാണ്, ഒരു നമ്മുടെ ട്രെയിനി തന്നെ ഈ PG ഉണ്ടോന്ന് എനിക്കറിയില്ല, എനിക്ക് ഏത് ക്ലാസ് ആണെന്ന് ഞാൻ പറഞ്ഞത്, നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നത്. അത് ചെറിയ ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ എന്തോ പഠിക്കുമ്പോൾ വേറൊരു കുട്ടി, ഇച്ചിരി ഓട്ടിസ്റ്റിക് ആയ കുട്ടി, വയറിന് സുഖമില്ലാതെ ലൂസ് മോഷൻ പോലെ ഇങ്ങനെ വന്നപ്പോ ഓടി സ്റ്റാഫ് റൂമിൽ ചെന്ന് ക്ലാസ് ടീച്ചറോട് പറഞ്ഞു, ക്ലാസ് ടീച്ചർ ഒരു ടീച്ചറോട് പറഞ്ഞപ്പോ ടീച്ചർ ക്ലാസ് ടീച്ചറോട് പറയുമെന്ന് പറഞ്ഞു. ആ ഓരോ കുട്ടികളുടെ കാര്യങ്ങൾ ആ ഒരു ഇൻസ്റ്റന്റിൽ നോക്കേണ്ടത് ക്ലാസ് ടീച്ചർ തന്നെയല്ല, ആർക്കും ചെയ്യാം. അങ്ങനെയുള്ള ചില ഡ്യൂട്ടീസ്, ഒബ്ലിഗേഷൻസ്, അങ്ങനെ അതെല്ലാം ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. ടീച്ചേഴ്സ് മനസ്സിലാക്കുന്നത് സിഗ്നിഫിക്കൻസ്, ഈ ഒരു ടീമിന്റെ സിഗ്നിഫിക്കൻസ്. സ്റ്റുഡൻസിനെ മെയിൻ ആയിട്ടും ഇവരെന്താ ചെയ്യുന്നത്, ദേ മസ്റ്റ് എൻഗേജ് ദം ലൈക്ക് ലേണിംഗ് പ്രോസസ് അല്ലെ, ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ അവരെ എൻഗേജ് ചെയ്യിക്കാം. ഇതാണ് ടീച്ചേഴ്സിന്റെ ഒരു റോൾ, അല്ലെങ്കിൽ അവരുടെ ഒരു ഡ്യൂട്ടി, കമ്മിറ്റ്മെന്റ് എന്നൊക്കെ പറയുന്നത്. അത് മാത്രല്ല, അപ്പൊ 30 സ്റ്റുഡൻസ് ഉണ്ട്. എപ്പോഴും നമ്മളോട് എല്ലാരും പറഞ്ഞു തരുന്നത് 30 സ്റ്റുഡൻസ് ആണെങ്കിലും 30 വേയിലായിരിക്കും അവരുടെ രീതികൾ, അവരുടെ ലേണിംഗ് മെത്തേഡ് തന്നെ ആ ഒരു ഡിഫറെന്റ് വേയിലായിരിക്കും. അപ്പൊ ഇൻഡിപെൻഡന്റ് ലേണിങ്ങിനുള്ള ഒരു ഫെസിലിറ്റിയും കൂടെ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും ടീച്ചർ. ഓരോ കുട്ടിയും ഇൻഡിവിജ്വലി അറിയണം, ആ കുട്ടിക്ക് ഏത് രീതിയിലാണ് ലേണിംഗ് അതിന് പറ്റുന്നത്, അതെല്ലാം മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ടീച്ചേഴ്സിന് നല്ലൊരു പ്ലാനിങ് വേണം അല്ലെ. എഫക്റ്റീവ് മാനേജ്മെന്റ്, അവൈലബിൾ റിസോഴ്സസ് യൂസ് ചെയ്ത് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇതുപോലെ പല അനാലിസിസും പല എന്താ പറയാ ഡിസ്കഷൻ, ത്രൂ ഡിസ്കഷൻ, അതിലൂടെയൊക്കെ സ്കൂളിന്റെ പല കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ സ്ട്രെങ്ത് കൂട്ടാൻ, വീക്ക്നെസ് കുറയ്ക്കാൻ, അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന, അപ്പൊ ഇൻഡിവിജ്വലി ഒരാൾക്ക് ചെയ്യുന്നതിനേക്കാൾ ഒരു ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ടായിരിക്കും പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ സ്കൂളിന്റെ കാര്യത്തിലാണെങ്കിൽ അത് SDMC ആയിരിക്കും, അതായത് സ്കൂൾ ഡെവലപ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി. കോളേജ് ആണെങ്കിലും CSC, കോളേജ് അക്കാദമിക് സെൽ, ആ ഒരു രീതിയിൽ വരും. നമുക്കറിയാം നമ്മുടെ കുട്ടികളുടെ സ്കൂളിലൊക്കെ PT, പാരന്റ്സ് കൗൺസിലും ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള കുറെ ഗ്രൂപ്പുകൾ, ടീം ഉണ്ടായിരിക്കും. അപ്പൊ അത് കൊണ്ട് എളുപ്പത്തിൽ അത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ആള് മാത്രമല്ല, കുട്ടികളെ പഠിപ്പിക്കുക, കുട്ടികളെ ആ ലേണിംഗ് പ്രോസസ്സിലൂടെ കൊണ്ടുപോവുക മാത്രമല്ല അവർ ചെയ്യുന്നത്, അവര് പ്ലാൻ ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു പല രീതിയിലുള്ള ആക്ടിവിറ്റീസ്. ചിലപ്പോൾ പല ക്ലബ്സ് ഉണ്ടാവും, ലൈക്ക് ഓരോ ലാംഗ്വേജിനനുസരിച്ച് മലയാളം ക്ലബ്, ഇംഗ്ലീഷ് ക്ലബ്, സോഷ്യൽ ക്ലബ്, അങ്ങനെയൊക്കെ പറഞ്ഞ പലത്, സയൻസ് ക്ലബ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, ലാംഗ്വേജ് ക്ലബ്, അങ്ങനെ മാത്സിന്റെ ഏരിയ, അങ്ങനെയുണ്ട്. അങ്ങനെ വേരിയസ് ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യേണ്ടതായിട്ട് വരും ടീച്ചേഴ്സ്. അതിന് പ്ലാൻ ചെയ്യണം. പിന്നെ ഇപ്പൊ ഗവൺമെന്റ് സൈഡിൽ നിന്നും സ്കൂളുകളിൽ ഇന്ന ആക്ടിവിറ്റികൾ ചെയ്യണം എന്നും പറഞ്ഞ് ചില നോംസ് ആൻഡ് കണ്ടീഷൻസ് അവരും ഓരോ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അതുപോലെ CBSE അവിടെയും ഉണ്ടോ. അങ്ങനെ ഏത് ബോർഡ് ആണെങ്കിലും, ഏത് ബോർഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും, കോളേജ് ആണെങ്കിലും, ഇങ്ങനെ ലേണിംഗ് മാത്രമല്ല അല്ലാത്ത രീതിയിലുള്ള പല ആക്ടിവിറ്റീസും ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് വരും. NSS, നാഷണൽ സർവീസ് സ്കീം, ഹൈസ്കൂൾ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ കോളേജുകളിൽ അത് നടത്തുന്നുണ്ട്.
അപ്പൊ അതിൻ്റെതായ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഓരോ വർഷവും അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ആ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ അതിന്റെ ഒരു കോർഡിനേറ്റർ ഉണ്ടാകും. ഇവർ ഈ ക്യാമ്പ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പുറത്തു നിന്ന് ചിലപ്പോൾ സ്റ്റേറ്റ് വൈഡിലുള്ള കോർഡിനേറ്റർ വിസിറ്റ് ചെയ്യാൻ വരും. അങ്ങനെ ആ രീതിയിലൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ SPC അങ്ങനെ നടത്തുവാണെങ്കിലും അതിന് സ്കൂളിനകത്ത് ഒരു കോർഡിനേറ്റർ വേണം. അപ്പൊ അത് ടീച്ചേഴ്സിന് തന്നെയായിരിക്കും ആ ഒരു ഡ്യൂട്ടീസ് എല്ലാം അസൈൻ ചെയ്ത് കിട്ടുന്നത്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. അങ്ങനെ ഓർഗനൈസർ ആണ്. വീണ്ടും വീണ്ടും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ അതൊക്കെ തന്നെയാ പറയുന്നത്. ആ ഒരു ഓർഗനൈസ് ചെയ്യാനും പ്ലാൻ ചെയ്യാനും എല്ലാം ടീച്ചേഴ്സിന് പറ്റണം. ഞാൻ മാത്സ് മാത്രമേ പഠിപ്പിക്കുള്ളൂ അങ്ങനെയൊന്നും ഒരു ടീച്ചർക്കും പറയാൻ പറ്റില്ല. അവർ ലേണിംഗ് പ്രോസസ്സിന്റെ കൂടെ തന്നെ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് തന്നെ പോകും. പിന്നെ പലപ്പോഴും കുട്ടികളെ ഡീൽ ചെയ്യുമ്പോൾ അവരുടെ നോളജ് ലെവല് അത് അനലൈസ് ചെയ്യാനും മനസ്സിലാക്കാനും ടീച്ചർക്ക് പറ്റണം. അപ്പൊ അവർ ആ ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിൽ ആ ഒരു നോളജ് ലെവല് പൂർ ആണെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് റെമഡിയൽ ആയിട്ട് ചിലപ്പോൾ കൊടുക്കേണ്ടത് വരും. ചിലപ്പോൾ ആ സ്റ്റുഡൻസിനെ മാത്രം ഗ്രൂപ്പ് ആക്കിയിട്ടോ അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ഉള്ള രീതിയിൽ മറ്റുള്ള കുട്ടികളെ മെന്റർ പോലെ ആക്കിയിട്ട് ഗ്രൂപ്പ് ആക്കി എന്തെങ്കിലും അതിന് പറ്റുന്ന ഗ്രൂപ്പ് ഡൈനാമിക്സ് പ്രോഗ്രാംസ് ഒക്കെ ടീച്ചർക്ക് ചെയ്യാം. അതൊക്കെ ടീച്ചറുടെ പ്ലാനിങ് പോലെ. ഒരു ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ ആ ക്ലാസ് റൂം ഒരു സ്കൂളിന് ഒരു വിഷൻ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ ഗോൾ ഉണ്ട്, അത് അച്ചീവ് ചെയ്യുമ്പോഴേക്കും ആ ഒരു മിഷൻ എൻഡ് ഓഫ് ദ റോഡ് ആണത്. അതുപോലെ തന്നെ ക്ലാസ് റൂം ഓരോ ക്ലാസ് റൂമിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവിടെയും വിഷൻ എല്ലാം ഉണ്ട്. ഒരു ഗോളിലേക്ക് തന്നെ എത്തുന്ന രീതിയിൽ എക്സാം ടൈം ആകുമ്പോഴേക്കും എല്ലാരെയും ഒരു മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചറാണെങ്കിൽ എന്താ മാത്സിന്റെ കുട്ടികളെല്ലാം വേഗം പഠിപ്പിച്ച് അങ്ങനെ അവര് എക്സ്ട്രാ ക്ലാസ്സും റെമഡിയൽ ക്ലാസ്സും കൊടുക്കും. അങ്ങനെ ഓരോ സബ്ജക്റ്റിലെ ടീച്ചേഴ്സും കൂടുതൽ കെയർ എടുക്കുന്നു. അതെല്ലാം ടീച്ചർമാരുടെ പ്ലാനിങ് അങ്ങനെ രീതിയിലേക്ക്. ശരിക്കും ക്ലാസ് റൂമിൽ നല്ലൊരു ഫോസ്റ്ററിങ്, അതായത് കുട്ടികളെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. ആ ഒരു സെൻസ് ഓഫ് അച്ചീവ്മെന്റ് അങ്ങനെ ആവുമ്പോഴാണ് റിസൾട്ട് നല്ല രീതിയിൽ കുറെ പ്ലാൻസിലൂടെ പോയി ആ റിസൾട്ട് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് മാത്രമല്ല ഒരു ടീച്ചർ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് അത് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അതുപോലെയുള്ള ഒരു ക്ലാസ് റൂം എൻവയോൺമെന്റ് ആണെങ്കിൽ മാത്രമാണ് സ്റ്റുഡൻസ് അത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ മാത്രമാണ് പ്ലാൻ ചെയ്ത കാര്യം വർക്ക്ഔട്ട് ആവുള്ളൂ, അവർ ആ മിഷനിലേക്ക് കടക്കുള്ളൂ, ആ റിസൾട്ട് എൻഡ് റിസൾട്ട് കിട്ടും. പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികളെയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എന്ത് പ്രോഗ്രാം ആണെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് കീ റോൾസ്, അവർക്ക് വേണ്ടുന്ന റോൾസ് ഓരോ കുട്ടിയുടെ കപ്പാസിറ്റി അനുസരിച്ച് പൊട്ടൻഷ്യൽ അനുസരിച്ച് അവർക്ക് ഓരോ റോള് അസൈൻ ചെയ്ത് കൊടുക്കാൻ ടീച്ചർക്ക് പറ്റണം. അസൈൻ ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള ടാസ്കുകൾ അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ അത് കോർഡിനേറ്റ് ചെയ്യാം. അപ്പൊ നല്ല കുറെ പണിയുണ്ട് ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. കുട്ടികളെ നല്ലപോലെ മനസ്സിലാക്കിയാൽ മാത്രമാണ് ഏത് കുട്ടി ഏത് കാര്യത്തിലായിരിക്കും നന്നായി ചെയ്യാന്നുള്ളത് മനസ്സിലാക്കുക. അതിനനുസരിച്ച് അതിന് ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് നമ്മളൊരു ചാപ്റ്ററിൽ അങ്ങനെ പറഞ്ഞു പോയി തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം അങ്ങനെയുള്ള രീതിയിൽ. ഇത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം ഒന്ന് തന്നെയാ പറയണത്. ടീച്ചർ എങ്ങനെ സക്സസ്ഫുള്ളി മാനേജ് ചെയ്യണം, അതിനെ ടീച്ചർ എങ്ങനെ പ്ലാൻ ചെയ്യണം, അതിനെ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം, അതിനെ എങ്ങനെ കോർഡിനേറ്റ് ചെയ്യണം, സ്റ്റുഡൻസിന്റെ റോൾ അവിടെ എന്താണ് വരുന്നത്, സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ടീച്ചർ എന്താണ് ചെയ്യേണ്ടത്, ക്ലാസ് റൂം എങ്ങനെ ആക്കിയെടുക്കണം, വളരെ പ്ലീസിങ് ആംബിയൻസ് നല്ലൊരു എൻവയോൺമെന്റ് ആക്കി മാറ്റും. പലപ്പോഴും പല കൺഫ്യൂഷൻസും കോൺഫ്ലിക്ട്സും വരാം. അതൊക്കെ ഈസിലി സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് പറ്റണം ഒരു ടീച്ചർക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞത് മാനേജർ എന്ന് തന്നെ നമ്മൾ ടീച്ചറെ വിളിച്ചിരുന്നു. ആ ഒരു ക്ലാസ് റൂം മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നു അല്ലെ. മാനേജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറെ ടാസ്കുകൾ വരുന്നുണ്ട്. പ്ലാനിങ്, ഡയറക്റ്റിംഗ്, ഓർഗനൈസിങ് അല്ലെ, സംടൈംസ് ലീഡർഷിപ്പ്, അങ്ങനെ പല രീതിയിലും വരുന്നുണ്ട്. ഇവാലുവേറ്റ് ലാസ്റ്റ് അത് ഇവാലുവേറ്റ് ചെയ്യുന്നു, അപ്രീഷിയേറ്റ് ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങളും.
പിന്നെ ക്ലാസ് റൂം മാനേജ് ചെയ്യുമ്പോൾ പല ഫാക്ടേഴ്സ് വരും. പല ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനാണെങ്കിൽ പലതരം മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ പല ഈവെന്റ്സ് കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഓവറോൾ ടൈം അല്ലെ, കാരണം കരിക്കുലർ ആക്ടിവിറ്റീസ് നടക്കണം, കോ കരിക്കുലർ ആക്ടിവിറ്റീസ് നടക്കണം. ഓക്കെ, അങ്ങനെയുള്ള പല കാര്യങ്ങളും വരും. ഇപ്പൊ ഇതിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റി ടീച്ചർക്ക് വരുവാണ്. സ്റ്റുഡൻസിനെ മാനേജ് ചെയ്യണം, അതിന്റെ ഒപ്പം തന്നെ ക്ലാസ് റൂം ലേണിംഗും നടക്കണം. ടീച്ചറിന് ഒരു വൈറ്റൽ റോളാണുള്ളത് ഈ ഒരു കാര്യത്തില്. കാരണം അവിടെ പല പല റോൾസ് ടീച്ചർ എടുക്കുന്നുണ്ട്. ഏതൊക്കെ റോൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിരലിലെണ്ണാൻ പറ്റില്ല. ആ ഒരു രീതിയിൽ ആ ഒരു വേരിയൻസ് ലെവലിലാണ് ടീച്ചർ ഇരിക്കുന്നത്. പല പല റോൾസ് എടുക്കും. അത് താഴെ കുറെ കൊടുത്തിട്ടുണ്ട്. റിസോഴ്സ് പ്രൊവൈഡർ, ഇൻസ്ട്രക്ഷണൽ സ്പെഷ്യലിസ്റ്റ്. അതായത് ടീച്ചർ ഒരു സബ്ജക്ട് എടുക്കുവാണെങ്കിൽ ആ സബ്ജക്റ്റില് സ്പെഷ്യലിസ്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ക്ലാസ് റൂമിനെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലേണിംഗ് ഫെസിലിറ്റേറ്റർ ആയിരിക്കണം. ചുമ്മാ സബ്ജക്ട് സ്റ്റഡി എന്തൊക്കെയോ പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ നിന്ന് പറഞ്ഞു പോവുമല്ല, അത് കുട്ടികളുടെ ഉള്ളിലേക്ക് എത്തുന്നത്, കുട്ടികളെ അത് അവര് പഠിക്കുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു ഫെസിലിറ്റേറ്റർ ആയിരിക്കണം. ഒരു മെന്റർ ആയിരിക്കണം, അല്ലെ, വൺ ഹൂ സപ്പോർട്ട്സ് ഓൾ ദ ടൈം ഇൻ എവറി ആസ്പെക്ട്. പഠിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, എല്ലാ ആസ്പെക്റ്റിലും. എനിക്ക് ഒരു 2 മിനിറ്റ് തരുമോ? കാരണം നമ്മുടെ MT3 ഒരു കുട്ടി ഒരു എക്സാം എഴുതിയത് പോസ്റ്റ് ആയില്ല എന്നും പറഞ്ഞിട്ടൊരു കൺഫ്യൂഷൻ വന്നത്, അതിൽ ടെൻഷനിലായിരുന്നു. അതായിരുന്നു ഞാൻ കുറച്ചു മുമ്പ് ഓഫീസിൽ വിളിച്ച് കൺഫേം ചെയ്തത്. ആ കുട്ടി വിളിക്കുന്നുണ്ടായിരുന്നു, ഒന്ന് പറഞ്ഞോട്ടെ എല്ലാം ഓക്കെയാണ്, റിസൾട്ട് ആയിട്ട് പറഞ്ഞോട്ടെ. സോ ആ ഒരു സ്റ്റാർ പോയിന്റ്സ് കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് സെൽഫ് അനാലിസിസ് ചെയ്യുക. നിങ്ങൾ ഇതിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്, ഏത് സ്ഥലങ്ങളൊക്കെ കുറച്ചുകൂടെ ഒന്നും കൂടെ ഒന്ന് നന്നാക്കാം എന്നുള്ളതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം, ഇൻക്ലൂഡിങ് മീ ഓൾസോ. കാറ്റലിസ്റ്റ് ഫോർ ചേഞ്ച്. ഈ കാറ്റലിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ഈ ട്രെയിനർ അങ്ങനെയുള്ളതിനൊക്കെ പകരം യൂസ് ചെയ്യുന്ന കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള വേർഡാണ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു പർട്ടിക്കുലർ ഏരിയയില് നോളജ് ആയിട്ട് നല്ല നോളജ് ഉള്ള ഒരാള്, എന്താ പറയാ, നമ്മൾ പറയില്ല എന്തെങ്കിലും സാധനങ്ങൾ തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റ് ഇൻഗ്രീഡിയന്റ് വന്നാലാണ് അത് പെർഫെക്റ്റ് ആവുള്ളൂ. ആ പറയുന്ന പോലെ തന്നെയാണ് ട്രെയിനർ എന്ന് പറയുന്നത് തന്നെ. ആപ്റ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനർ അല്ലെങ്കിൽ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചറിനോ ഫെസിലിറ്റേറ്റർ പറയും. സോ ഈ ഒരു റോളിലൊക്കെ സ്കൂൾ ലീഡർ എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നും അല്ല, ലീഡർഷിപ്പ് ക്വാളിറ്റി. അല്ലാതെ സ്കൂൾ ലീഡർ നമ്മൾ സാധാരണ കുട്ടികളെയാണ് ആക്കുന്നത്. ലീഡർഷിപ്പ് ക്വാളിറ്റി. പിന്നെ ഡേറ്റ കോച്ച്. നമുക്കറിയാം ഏതൊരു സ്പോർട്സ് ഐറ്റത്തിലും ഒരു കോച്ച് ഉണ്ടല്ലേ, ഒരു കോച്ചിനെ വെക്കും ട്രെയിനിങ് കൊടുക്കാൻ. അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് നോളജിന്റെ ഒരു കോച്ചാണ് ടീച്ചർ എന്ന് പറയുന്നത്. ക്ലാസ് റൂമിൽ വന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു ടീച്ചർക്ക് ഒരിക്കലും ഇതുപോലുള്ള റോൾസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ പ്ലാനിങ്, ഓർഗനൈസേഷൻ, മാനേജ്മെന്റ് ഇതെല്ലാം ടീച്ചറിലൂടെ കടന്നു പോകുന്നത്. വേറൊരു ലെസണിൽ നമ്മൾ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടീച്ചർ ഒരു മാനേജറാണ്. ഒരു ക്ലാസ്സിലെ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യേണ്ടതായിട്ട് വരും, ഓർഗനൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ഞാന് ഇടുക്കിയിലെ നെടുങ്കണ്ടത്ത് പോളിടെക്നിക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, അവിടുത്തെ കുട്ടികളെല്ലാം വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കും അത് നിറയെ കൃഷിയും കുന്നും മലയും പറമ്പും ഒക്കെയാണല്ലോ, ഏലകൃഷി, കാപ്പി അങ്ങനെയൊക്കെയാണ്. ഇവര് വൈകുന്നേരം ഈ തോട്ടങ്ങളിൽ പണിയെടുക്കാൻ പോകും നമ്മുടെ കുട്ടികൾ.
എന്നിട്ടാണ് അവർ ഫീസൊക്കെ അടയ്ക്കുന്നത്. കാരണം ഇവിടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ആ ഒരു ജോലിയായിരിക്കും. അവിടെ അവർക്ക് എല്ലാരും വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്താലാണ് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ ചില ഫാമിലീസിന്. കുന്നിന്റെ കുറേ കുന്നുപോലുള്ള സ്ഥലവും അതിന്റെ ഇടയ്ക്ക് ഒരു വീട്, അടുത്തടുത്ത് വീടുകൾ ടൗണുകളിൽ മാത്രമേ ഉള്ളൂ. ഉള്ളിലേക്ക് കയറുമ്പോൾ വീടുകൾ തമ്മിലുള്ള ദൂരം കൂടി വരും. അങ്ങനെയാണ് അതിലൊരു കുട്ടിക്ക് മഞ്ഞപ്പിത്തമായിട്ട് അത് ക്ലാസ്സിൽ വരുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാനായിരുന്നു ആ ക്ലാസ്സിന്റെ ക്ലാസ് ടീച്ചർ. കുട്ടിയുടെ വീട്ടിലൊന്ന് പോകാം, അവരുടെ അവസ്ഥയൊന്നും അറിയാൻ വേണ്ടിയിട്ട് പോകാമെന്ന് കരുതിയിട്ട് ഞങ്ങള് കുട്ടിയുടെ വീട്ടിലേക്ക് പോയി. നമ്മൾക്ക് ഇവിടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഓട്ടോ കിട്ടും, അല്ലെങ്കിൽ ബസ് ഉണ്ട്, ബസ് സ്റ്റോപ്പ് അടുത്തായിരിക്കും. അങ്ങനെയുള്ള ഏരിയയിലാണല്ലോ നമ്മൾ താമസിക്കുന്നത്. ഇത് ബസ്സും ഇല്ല, ഓട്ടോയും പോവാത്തൊരു സ്ഥലം. അവിടേക്ക് ജീപ്പാണല്ലോ, റഫ് ഡ്രൈവിംഗ് ആണല്ലോ, അങ്ങനത്തെ ഒരു ടെറൈൻ അല്ലേ. ഞങ്ങൾ നടന്നു നോക്കിയുള്ള 1/4 മണിക്കൂർ നടന്നു. നടത്തുന്നതാകുമ്പോ തന്നെ നമ്മൾ ക്ഷീണിച്ചു. ആ കുട്ടി അത്രയും നടത്തണം, ബസ്സൊന്നും പോലെ ഏതൊക്കെയോ കുന്നിന്റെ ഉള്ളിലും കാടിന്റെ ഉള്ളിലൊക്കെയാ വീട്. അപ്പൊ അങ്ങനെ അതിനെ പോയി കണ്ടു. പിന്നെ ഞങ്ങള് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വാങ്ങിച്ചൊക്കെയായിട്ട് പോയത്. കുറച്ച് കുട്ടികളും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവര് നല്ല സുഖമായിട്ട് കൂളായിട്ട് നടക്കുന്നു. ഞാനും ഈ സാറും കുറച്ച് നടക്കും, എവിടെയെങ്കിലും ഇരിക്കും, കുറച്ച് നടക്കും, ഇരിക്കും. അങ്ങനെ ആ രീതിയിലായിരുന്നു. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചില സമയത്ത് ഇതിൽ ചെയ്യേണ്ടതായിട്ട് വരും. കുട്ടി വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾക്കൊരു ഇന്റർവെൻഷൻ നടത്തേണ്ടതായിട്ട് വരും. ഒരു രീതിയിൽ പാരന്റ്സുമായിട്ടുള്ളതൊക്കെ ചിലപ്പോൾ പലതും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാം. അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. അതിനനുസരിച്ച് കേപ്പബിൾ ആകുന്ന ഒരാളാണ് ഈ ഒരു ടീച്ചർ എന്നുള്ള ഒരു പൊസിഷനിൽ ഇരിക്കാൻ പറ്റും. ഓക്കെ നിഷ, എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ടോപ്പിക് അല്ലേ നിഷ എന്നോട് പറഞ്ഞേ? അതെ മാം, തുടങ്ങാനോ? തുടങ്ങാം. എനിക്ക് ഞാൻ എടുക്കാം. പ്രിപ്പയർ ചെയ്യാൻ സമയത്ത് പെട്ടെന്ന് ഹസ്ബൻഡ് പെങ്ങളൊക്കെ വന്നായിരുന്നേ. എന്നാലും ഞാൻ ജസ്റ്റ് വീഡിയോ ഓൺ ആക്കാതെ എടുത്തോട്ടെ. കുഴപ്പമില്ല. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടേ. ഓക്കെ, എടുക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ മിസ് ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. ഞാൻ എടുക്കുന്ന ടോപ്പിക് ടൈം മാനേജ്മെന്റ് ആണ്. ടൈം മാനേജ്മെന്റ് എടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ടൈം കിട്ടിയില്ല. ഓക്കെ, സമയം ആർക്കും വേണ്ടി കാത്തു നിൽക്കാറില്ലെന്നേ പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ടൈം മാനേജ്മെന്റ് എടുക്കുകയാണ്. വെൽ അറേഞ്ച്ഡ് ടൈം ഈസ് ദ ഷുവറസ്റ്റ് മാർക്ക് ഓഫ് എ വെൽ അറേഞ്ച്ഡ് മൈൻഡ്. പിറ്റ്സ്മാൻ പറഞ്ഞിരിക്കുന്നത് നന്നായി ക്രമീകരിച്ച സമയമാണ് നന്നായി ക്രമീകരിച്ച മനസ്സിന്റെ ഏറ്റവും ഉറപ്പുള്ള അടയാളം എന്നാണ് പിറ്റ്സ്മാൻ പറഞ്ഞിരിക്കുന്നത്. സക്സസ് ഓഫ് എ സ്കൂൾ ഓർ ക്ലാസ് റൂം പ്രോസസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻപുട്സ് ദാറ്റ് ആർ ഗിവൺ ടു ദ സ്റ്റുഡൻസ് ഇൻ എ പീരീഡ് ഓഫ് ടൈം ഇൻ എ പ്രീസെറ്റ് എൻവിറോൺമെന്റ്. അതായത് നമ്മൾ ഏത് ടൈം മാനേജ്മെന്റ് വിഷയം പറയുന്നത് അത് ഒരു ടീച്ചർ അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന ഒരു നിശ്ചിത കാലയളവ് വിദ്യാർത്ഥികൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടാണ്. ഇൻപുട്ടിനെ ആശ്രയിച്ചിരിക്കും അതായത് ക്ലാസ് റൂമിന്റെ വിജയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്കൂളിന്റെ വിജയം എന്ന് പറയുന്നത്. Time management is one of the important facet of classroom management. ഒരു ക്ലാസ് റൂം മാനേജ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഘടകം അല്ലെങ്കിൽ ഒരു വശം എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് തന്നെ, അല്ലെങ്കിൽ ടൈം ടേബിൾ ആണ്. The program of work and the timetable provides a path for the time management and smooth going of the school or classroom process. ഒരു സ്കൂളിൻ്റെ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൻ്റെയോ സുഗമമായ നടത്തിപ്പിന് ടൈം മാനേജ്മെന്റ്, അതായത് അതിൻ്റെ ഒരു വർക്ക് നമ്മൾ ചെയ്യണമെങ്കിൽ, ഒരു വർക്ക് പ്രോഗ്രാം നടത്തണമെങ്കിൽ ടൈം ടേബിളിൽ കൃത്യമായി അതിന് വഴിയൊരുക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ ടൈം മാനേജ്മെന്റ് ചെയ്ത ഒരു ടീച്ചർ അല്ലെങ്കിൽ ആ സ്കൂളിലെ മറ്റുള്ളവർ ടൈം ടേബിൾ അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റ് കൊടുക്കുമ്പോഴാണ് ക്ലാസ് റൂം നല്ല രീതിക്ക് പോകുന്നതും ആ സ്കൂളിന് നല്ല വിജയം ഉണ്ടാകുന്നത്.
കഴിഞ്ഞോ? ഇല്ല ഇല്ല ഇല്ല. ആ, എന്തെങ്കിലും എന്താന്ന് ഇത് എന്തോ ആ, കേക്കാമോ? എന്ത് പറ്റി? മനസ്സിലാകുന്നു? കേൾക്കാം കേൾക്കാം, പറഞ്ഞോ. ആ ആ ആ ഉം. It is the timetable that supplies the framework within the work of the school process. ഒരു സ്കൂൾ പ്രവർത്തനങ്ങളുടെ ചട്ടക്കൂട് എന്ന് പറയുന്നത് ടൈം ടേബിൾ ആണ്. ദാറ്റ് മീൻസ് ടൈം മാനേജ്മെന്റ് എന്നാണ് അതായത് നമ്മൾ ഒരു ക്ലാസ് റൂം മാനേജ്മെന്റ് ചെയ്യും. നമ്മൾ കുട്ടികളും അധ്യാപകരും ഒക്കെയാണ് ഒരു ക്ലാസ് റൂം മാനേജ്മെന്റ് ചെയ്ത് പോവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. അതായത് പല സ്വഭാവ രീതിയിലുള്ള പല കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെ നമ്മൾ മാനേജ് ചെയ്ത് പോകുന്ന പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ BEdന് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ക്ലാസ്സിലോട്ട് ചെല്ലുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ പറയുന്ന ഒന്നും ട്രെയിനിന്ന് കാണുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര എന്നാ പറയുന്നത് മെയിൻ അധ്യാപകരല്ല എന്നുള്ള ഒരു രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടിക്കും നമ്മൾ. പക്ഷെ നമ്മളെ മാർക്കിടുന്ന സാറുമാർ കയറി വരുമ്പോഴത്തേക്കും അനങ്ങാതെ അവിടെ ഇരിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഒരു ഇത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇറ്റ് ഈസ് ദ മിറർ ദാറ്റ് റിഫ്ലെക്ട്സ് ദ സ്കൂൾ പ്രോഗ്രാം. അതായത് ഒരു സ്കൂൾ പ്രവർത്തനത്തെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഇൻ അതർ വേർഡ്സ് ദ ടൈം ടേബിൾ ഈസ് ദ ഇൻസ്ട്രുമെന്റ് ത്രൂ വിച്ച് ദ പർപ്പസ് ഓഫ് ദ സ്കൂൾ ക്ലാസ് ഈസ് ടു ഫങ്ഷൻ. ഒരു സ്കൂളിൻ്റെയോ ക്ലാസ്സിൻ്റെയോ അല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള ഒരു ഉപകരണമാണ് ടൈം ടേബിൾ അല്ലെങ്കിൽ ഓർ ടൈം മാനേജ്മെന്റ് എന്ന് പറയാം. എന്നാൽ ഇതൊരു സ്കൂളിൻ്റെ ഒരു അനിശ്ചിത രേഖയാണ്. Implication of the timetable. It brings a system in the school or classroom process. അത് സ്കൂൾ പ്രവർത്തനങ്ങളെ സിസ്റ്റമാറ്റിക്കായി കൊണ്ടുപോകാൻ സാധിക്കുന്നു. എക്സ്പീഡിയേറ്റ് റെഗുലർ ആൻഡ് ഈവൻ പ്രോഗ്രാംസ്. പതിവ് പ്രോഗ്രാമുകളെ നമ്മൾ വേഗത്തിലാക്കാനും സഹായിക്കും. ഇറാഡിക്കേറ്റ് വേസ്റ്റേജ് ഓഫ് ടൈം ആൻഡ് എനർജി. സമയവും എനർജിയും അത് പാഴാക്കുന്ന ഇല്ലാതാക്കുന്നു. നമ്മൾ ടൈം മാനേജ്മെന്റ് ചെയ്ത് ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ അത് ചെയ്യുമ്പോഴത്തേക്കും അതിന് നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാതെ നല്ല രീതിക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു. എൻഷുവേർസ് ഇക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് ടൈം ടു ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ആൻഡ് ആക്ടിവിറ്റീസ്. അത് വ്യത്യസ്ത വിഷയങ്ങളിൽ ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ പല സബ്ജക്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിന് ഓരോ ആക്ടിവിറ്റി കൊടുക്കുമ്പോഴത്തേക്കും എല്ലാ വിഷയങ്ങൾക്കും അതിൻ്റെ തുല്യമായ സമയം എല്ലാ സബ്ജക്റ്റിനും കിട്ടുന്നതിനും അത് സഹായമാകുന്നുണ്ട്. എൻഷുവേഴ്സ് കേപ്പബിലിറ്റി. അത് ഓരോരുത്തർക്കും ഓരോ കഴിവ് അതിനെ ഉറപ്പാക്കുന്നു. ലീഡ്സ് ടു ഈവൻ ആൻഡ് റെഗുലർ സ്കൂൾ ക്ലാസ് റൂം പ്രോസസ്സ്. തുല്യവും സാധാരണവുമായ പ്രവർത്തനത്തിലേക്ക് നയിക്കുന്നു. എക്സ്പീഡിയേറ്റ് അഡ്വാൻസ് പ്ലാനിങ് ബൈ ദ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ്. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും അതായത് അവർ പ്ലാൻ ചെയ്ത പോലെ ഒരു ഇവർക്ക് മുൻകൂട്ടി നമ്മൾ കൊടുത്തേക്കുന്ന ടൈം അനുസരിച്ച് ഒരു ക്ലാസ് റൂം മുന്നോട്ട് കൊണ്ടുപോകാൻ അത് നമ്മളൊരു അസൈൻമെന്റ് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ഒരു വർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അത് ഇത്ര സമയത്തിനുള്ളിൽ ഇന്ന ദിവസം സബ്മിറ്റ് ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്ക് ആ സമയത്ത് അത് ചെയ്യാനുള്ള അത് ആ ടൈം കൊടുക്കുമ്പോഴത്തേക്ക് അവർക്കത് അതിനുള്ളിൽ ചെയ്ത് തീർക്കാനുള്ള ആ കേപ്പബിലിറ്റി ഉണ്ടാകും. ക്രിയേറ്റ്സ് ആൻ ഇന്റലക്ച്വൽ എൻവിറോൺമെന്റ്. ഒരു ബൗദ്ധിക അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ. ഒരു ക്ലാസ്സിൽ ഡിസിപ്ലിൻ ആയിട്ട് ഇരിക്കാനുള്ള അത് ടൈം മാനേജ്മെന്റ് സഹായിക്കുന്നു. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുന്നത് നമ്മൾ ഒരു അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണല്ലോ. അപ്പം അതിലുള്ള നമ്മൾ അന്ന് ഇപ്പം സ്കൂളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു അധ്യാപകർ കൊടുക്കുന്ന ആ മോട്ടിവേഷൻ ആ കുട്ടികൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം നമ്മൾ പറയുന്നത്. അതായത് ബാക്കി മാം എടുത്തോളാം. താങ്ക് യു മാം. ഓക്കെ മാം, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് മാം, ഒരു അവസരം തരാം. പറയൂ സെമിന.
ഇപ്പൊ ടൈം മാനേജ്മെന്റിന്റെ ഇത് കേട്ടപ്പോഴാണ് എനിക്കത് പറയാൻ തോന്നിയത്. ഇന്ന് എനിക്കൊരു ഉച്ചയ്ക്ക് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, ഒരു മണിയായി. അത് മറ്റേ ലഹരി വിരുദ്ധ, അതിന് ലഹരിയെ കുറിച്ചും അഡിക്ഷനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഇതിലാണ് ആ ഒരു ക്ലാസ് ഉണ്ടായത്. അപ്പൊ അതിലിങ്ങനെ ഒരു എക്സൈസ് ഓഫീസറാണ് ആ ക്ലാസ് എടുത്തത്. അപ്പൊ പറയണതല്ല, അപ്പൊ നമ്മുടെ ലൈഫിൽ ഏറ്റവും വാല്യുബിൾ എന്ന് പറയുന്നത് ടൈമാണ്. അപ്പോൾ ഈ ടൈമിൽ 24 മണിക്കൂർ എന്ന് പറയുന്നത് ഇപ്പൊ 2:22, ഈ 2:22 കഴിഞ്ഞു പോയ നിമിഷങ്ങളൊന്നും നമുക്ക് ഇനി ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. സത്യത്തിൽ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നത്, ഹാപ്പി ബർത്ത്ഡേ ടു യു നമ്മൾ ഒരാളോട് നമ്മൾ വിഷ് ചെയ്യുമ്പോൾ ഇപ്പൊ ഒരു 32 വയസ്സിൽ 32 വർഷം കഴിഞ്ഞ് വയസ്സ് കൂടി എന്ന് പറയുമ്പോൾ അതിന്റെ ടേൺ എന്ന് പറയുന്നത് നമ്മുടെ ആയുസ് കുറഞ്ഞു എന്നുള്ളതാണ് ആ ടൈമിന്റെ അവിടുത്തെ ഇത് പറയുന്നത്. അപ്പൊ നമ്മുടെ ലൈഫിൽ ഏറ്റവും വാല്യുബിൾ എന്ന് പറയുന്നത് ടൈമാണ്. ഒരിക്കലും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ലാത്ത ഒരു കാര്യമാണ് ടൈം. ഇപ്പൊ 24 മണിക്കൂറിൽ 8, അപ്പൊ ആ 24 മണിക്കൂർ നമ്മൾ വിഭജിച്ചു കഴിഞ്ഞാൽ ഒരു ആരോഗ്യമുള്ള മനുഷ്യനാവണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒരു ദിവസം 8 മണിക്കൂർ ഉറങ്ങണം. അതുപോലെ തന്നെ 8 മണിക്കൂർ ഉറക്കം കഴിഞ്ഞാൽ 24-ൽ 8 മണിക്കൂർ കഴിഞ്ഞാൽ ബാക്കി അടുത്ത 8 മണിക്കൂർ എന്ന് പറയുന്നത് ആ ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ സ്കൂളിലാണ് 8 മണിക്കൂർ. അപ്പൊ ഉറക്കം 8, സ്കൂൾ ടൈം 8 പ്ലസ് എത്ര 16. ബാക്കി 8 മണിക്കൂർ കുട്ടികൾ എങ്ങനെയാണ് അതിനെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്ന് അങ്ങനെ പറയണത്, 1.5 മണിക്കൂർ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ കളിക്കണം. കുട്ടികൾ നന്നായിട്ട് കളിക്കണം. അതൊക്കെ ഇപ്പൊ എല്ലാ പിള്ളേരും മൊബൈലിന്റെ മുമ്പിലൊക്കെ ആണല്ലോ. ബാക്കി അരമണിക്കൂർ ബാക്കി 8-8 16 കഴിഞ്ഞ് പിന്നത്തെ 8 മണിക്കൂറിൽ 1.5 മണിക്കൂർ കളി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു അരമണിക്കൂർ നമ്മൾ ആ ഒരു ടൈം മാത്രമാണ് നമ്മൾ മൊബൈൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ റിസർവ്ഡ് ആയിട്ട് ഒരു 3 മണിക്കൂർ മാറ്റി വെക്കണം എന്നാണ് പറഞ്ഞത്. കാര്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് അഡ്വാൻസ്ഡ് ആയിട്ട് റിസർവ്ഡ് ആയിട്ടുള്ള 3 മണിക്കൂർ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള മണിക്കൂർ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ വിനിയോഗിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ആ സാറ് ഒരു മീറ്റിംഗിൽ ഇതുപോലെ ഫുൾ A+ കിട്ടിയ പിള്ളേരെ അനുമോദിക്കുന്ന ഒരു ചടങ്ങിൽ പോയപ്പോഴും ഈ സാർ 24 മണിക്കൂറും വിഭജിക്കുന്ന രീതിയിലുള്ള ഇതൊക്കെ. അപ്പൊ ഒരു കുട്ടികൾ പോലും ഈ ടൈം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു 3.5 മണിക്കൂർ ഇരിക്കുന്ന കുട്ടികളൊന്നും കൈവക്കില്ല എന്നാ പറയുന്നത്. കൂട്ടി 8-8 16, 16-ന് 1.5 കുറച്ചു, അരമണിക്കൂർ കുറച്ചു, അങ്ങനെ കുറച്ച് ബാക്കി എത്ര മണിക്കൂർ ഉണ്ട് റിസർവ്ഡ് ടൈം എല്ലാം മാറ്റി എത്ര വരും എന്ന് പറഞ്ഞപ്പോഴും ആർക്കും കറക്റ്റ് ആയിട്ട് ആൻസർ പറയാൻ പറ്റിയില്ലെന്ന്. അപ്പൊ അത്രയും ഫുൾ A+ വാങ്ങിച്ച കുട്ടികൾക്ക് പോലും ആ ടൈമിൽ അതിനെ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റിയില്ലെന്നാണ് പറയണത്. അപ്പൊ ടൈമിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഒട്ടുമിക്ക പിള്ളേരും രാത്രിയെ പകലാക്കണതുമാണ്, പകലിനെ രാത്രിയുമാക്കണം. കാര്യം രാത്രിയിൽ ഒരുപാട് ടൈം അവരുടെ ടൈം അവർ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നത് മൊബൈലിലാണ്. നമ്മുടെ വീടുകളിലൊക്കെ തന്നെ ഉണ്ട്. അതിനൊക്കെ അനുഭവസ്ഥരായതുകൊണ്ടാണ് എനിക്കിത് പറയണമെന്ന് തോന്നിയത്. അപ്പൊ കുട്ടികളൊക്കെ കൂടുതലും ടൈം എന്ന മൊബൈലിലാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ കാരണക്കാർ ഒന്നാമത്തത് മാതാപിതാക്കളാണെന്ന് പറയും. ഞങ്ങൾക്കാണ് ആ ക്ലാസ് അവിടെ തന്നത്. ശരിക്കും ഞാൻ ഓരോ കാര്യം പറയുമ്പോഴും എനിക്ക് വെച്ചാൽ കണ്ണ് നിറയേണ്ട അവസ്ഥ വരെ വന്നു. ശരിയാണ്, നമ്മളെല്ലാം തൽക്കാലം ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ടൈം എങ്ങനെയെങ്കിലും പോട്ടെ, കുറച്ചു നേരം സ്വസ്ഥതയോടെ ഇരിക്കാൻ നമ്മുടെ മൊബൈലിൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കുട്ടികൾ കൂടുതലായിട്ട് ഈ 12 മണി 1 മണി വരെയൊക്കെ ഫിലിം കണ്ട് മൊബൈലൊക്കെ കഴിഞ്ഞൊരു ഉറങ്ങുമ്പോൾ രാവിലെ ഒരു വെക്കേഷൻ ആയതുകൊണ്ട് കുറച്ചും കൂടി എണീക്കാൻ പിള്ളേർ വൈകുന്നേരം അവർക്കില്ല. പെട്ടെന്ന് പ്രോംപ്റ്റ് ഡിസിഷൻ പോലെ അവർക്ക് പെട്ടെന്ന് ആക്റ്റീവായിട്ടൊന്നും ചെയ്യാൻ പറ്റണില്ല. അവരുടെ മൈൻഡ് പതുക്കെയാണ് പോണത്. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ മറ്റേ ഇതുണ്ടല്ലോ, ഇത് മാറ്റാനുള്ള കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഇതിന്റെ ഒരു വാർഡ് തന്നെ ഉണ്ടെന്ന്. ഈ ഫോണില് 3 ടൈപ്പ് അഡിക്ഷൻ എന്നാണ് പറഞ്ഞത്. ഒന്ന് ഫോണിലുള്ള അഡിക്ഷൻ, 2 മാനിലുള്ള അഡിക്ഷൻ. മാനിൽ അഡിക്ഷൻ മീൻസ് പ്രണയം മൂലം പ്രണയത്തിൽ അവനെ അവിടെയോ കിട്ടാത്തതിന്റെ പേരിൽ വീട്ടുകാരെ അടിച്ചു കൊടുക്കലും ആസിഡ് ഒഴിക്കലും അങ്ങനെയൊക്കെയുള്ള മാൻ അഡിക്ഷൻ ആണത്. പിന്നെ മൊബൈൽ അഡിക്ഷൻ, പിന്നെ ലഹരി അഡിക്ഷൻ. അങ്ങനെ ഓരോ അഡിക്ഷന്റെ കാര്യം പറയുമ്പോഴും അതിലൊക്കെ പ്രധാനമായിട്ടും ടൈം മാനേജ്മെന്റ് കീപ്പ് ചെയ്യാൻ ഏറ്റവും നമ്മൾ പാരന്റ് അത് വളരെയധികം കുട്ടികളെ ചെറുപ്പം മുതലേ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരൊക്കെ നമ്മുടെ ടീച്ചർ ഫെസിലിറ്റേറ്ററും ട്രെയിനേഴ്സൊക്കെ ഇതിലുണ്ടല്ലോ. അപ്പൊ അവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളൊരു ഇത് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സമീന, വെരി ഇൻഫോർമേറ്റീവ്. അപ്പോ നിഷ ടൈം മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ സ്കൂളുകളിലെ ടൈം മാനേജ്മെന്റുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നത് കൂടുതലും ടൈം ടേബിൾ ആണ്. ടൈം ടേബിൾ, ആ ഷെഡ്യൂൾ അനുസരിച്ചാണ് സ്കൂളിന്റെ ഓരോ കാര്യങ്ങൾ. അങ്ങനെ ഒരു ടൈം ടേബിൾ ഇല്ലെങ്കിൽ അവിടെ ആ ടൈം മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെന്നും അറിയാം. പിന്നെ പിറ്റ് മാൻ ആണ്, PITMAN, ഐസക് പിറ്റ്മാൻ. അദ്ദേഹം ടൈമിനെ കുറിച്ച് അത്ര ഇതായിട്ട് പറഞ്ഞു. ടൈം വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടായിരിക്കും അദ്ദേഹമാണ് ഷോർട്ട് ഹാൻഡ് ഡിസൈൻ ചെയ്തത്. ഷോർട്ട് ഹാൻഡ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? പണ്ട് കമ്പനി സെക്രട്ടറി അവര്
അവരുടെ ബോസ് പറയുന്നത് എഴുതിയെടുക്കുന്ന ഒരു ചെറിയൊരു ഫോം അല്ലെ, ഷോർട്ട് ഹാൻഡ് എന്ന് പറയുന്നത്. അതിന്റെ ഫൗണ്ടറാണ് പിറ്റ്മാൻ, ഐസക് പിറ്റ്മാൻ. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പബ്ലിഷർ കം ടീച്ചർ ആയിരുന്നു. അദ്ദേഹമാണ് ഷോർട്ട് ഹാൻഡ് കൊണ്ടുവന്നത്. അപ്പം ആ ഒരു പാരഗ്രാഫ് എൻഡ് ചെയ്യുന്നത് ഹെൻസ് ഇറ്റ് ഈസ് ആൻ ഇൻഡിസ്പെൻ ഡോക്യുമെന്റ് എന്ന് വരുന്നുണ്ട്. അത് നിങ്ങൾ ഇൻഡിസ്പെൻസബിൾ എന്നാക്കുക. ഇൻഡിസ്പെൻ എന്ന വേർഡ് ഇല്ല, അതിന്റെ ബാക്കി ലെറ്റേഴ്സ് മിസ്സായതായിരിക്കാം, ടൈപ്പോ വന്നതായിരിക്കാം. INDISPENSABLE, നെസസറി, വൈറ്റൽ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് ഡെഫിനറ്റ്ലി ദ ടൈം ടേബിൾ. അതാണ് പറയുന്നത്. അതിന്റെ ഇമ്പോർട്ടൻസ്, ടൈം ടേബിളിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊന്നും ആരെയും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഈവൻ ദോ നമ്മളുടെ റൊട്ടീൻ അതൊരു ടൈം ടേബിൾ ആക്കി ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ടാകാം. കുട്ടികൾക്ക് ടൈം ടേബിൾ, ചില കുട്ടികള് പരീക്ഷ ടൈം ആകുമ്പോൾ വരും, എനിക്കൊരു എങ്ങനെയാണ്, ഇതാണ് എന്റെ പരീക്ഷയുടെ ടൈം ടേബിൾ, അപ്പൊ അതിനനുസരിച്ച് സ്റ്റഡി ലീവ് ആണെങ്കിൽ ആ സ്റ്റഡി ലീവിൽ ഞാൻ എങ്ങനെ പഠിക്കണം, ടൈം ടേബിൾ ഉണ്ടാക്കി തരാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുട്ടികൾ വരും. ഞാൻ മോള് +2 ഹോസ്റ്റലിലായിരുന്നല്ലോ, അവളുടെ ക്ലാസ് ടീച്ചറിന്റെ അടുത്തായിരുന്നു അതിന് പോയത്. ക്ലാസ് ടീച്ചർ ആകുമ്പോൾ പരീക്ഷ ടൈം ടേബിൾ അറിയാം, അവളുടെ പൊട്ടൻഷ്യലും അറിയാം, ഓരോ സബ്ജക്റ്റിലുള്ള ആ ഒരു കാലിബർ അറിയാം. ടീച്ചറോട് ചോദിച്ചിട്ട് ടീച്ചറാണ് അവൾക്ക് ടൈം ടേബിൾ എഴുതി കൊടുത്തത്. പഠിക്കേണ്ടത് എങ്ങനെയാണ്, ഏത് സമയത്ത് ഏത് പഠിക്കണം, ആ ഒരു രീതിയിൽ ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്തു. അപ്പൊ ടൈം ടേബിൾ ഏതൊരു സിറ്റുവേഷനിലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോ ഒരു വീട്ടിലൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നു, അപ്പൊ അതിന് നമ്മളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കും അല്ലെ. അപ്പൊ അത് എല്ലാം ഇപ്പൊ ടൈം ടേബിൾ സ്കൂളിൽ മാത്രമല്ല, നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലും ടൈം ടേബിളിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരു ടീച്ചർക്ക് അത് നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. ഒരു സ്കൂളിന്റെ ഒരു ശരിയായ രീതിയിലുള്ള സുഗമമായ നടത്തിപ്പ്, നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ ആ രീതിയിൽ അത് പോകണമെങ്കിൽ അതിനൊരു കറക്റ്റ് ഒരു ടൈം ടേബിൾ ആ ഒരു രീതിയിൽ തന്നെ പോകണം. ഞാൻ എന്തായാലും 2:30 വരെ എടുക്കുന്നുള്ളൂ, നമുക്ക് രാത്രി കാണാം. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് ഒരു ഡോക്ടർ അപ്പോയിന്റ്മെന്റ് ഉണ്ട് 3:30 ആകുമ്പോൾ. തിരിച്ചു വരുന്ന വൈവയുണ്ട്. നമ്മളുടെ വൈവ 4:15 കയറുന്ന വിഷ്ണുപ്രിയ ക്ലാസ്സിലുണ്ടോ? MT3 വിഷ്ണുപ്രിയ ക്ലാസ്സിലുണ്ടോ? വിഷ്ണുപ്രിയക്ക് 4:15 വൈവ. എന്നാലും ഞാൻ ലേറ്റ് ആവുകയാണെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയാനായിരുന്നു. മോസ്റ്റ് പ്രോബ്ലി ഞാൻ 4 മണിക്ക് തന്നെ തിരിച്ചെത്തുമായിരിക്കും. ഓക്കെ, അപ്പം ഇന്ന് വൈകിട്ട് ക്ലാസ് ഉണ്ടോ? യെസ്, 8 മണിക്ക്. ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പിൽ ഒന്ന് മെസ്സേജ് ഇട്ടേക്കെ, ആരെങ്കിലും അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ. ആ ഫിഫ്ത്ത് റെക്കോർഡ് ഒന്ന് ക്ലാസ് റൂമിൽ ഇടാൻ അറിയോ? ഫിഫ്ത്ത് റെക്കോർഡിന്റെ MT4 അല്ലേ? MT4 പ്രാക്ടിക്കൽ റെക്കോർഡ്. യെസ്, പറയാം കേട്ടോ. അതിപ്പോ തന്നെ മെസ്സേജ് കൊടുത്തേക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ PGയുടെ യൂണിറ്റ് 1ന്റെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. 10 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ, സിമ്പിൾ യൂണിറ്റ് തന്നെ. അപ്പൊ അത് ആ ക്വസ്റ്റ്യന്റെ പാറ്റേൺ ഒന്ന് നോക്കുക. ഇന്ന് തന്നെ ഇടുന്ന പറഞ്ഞത്, രാത്രി വരുമ്പോ ജസ്റ്റ് ആ പാറ്റേൺ ഒന്ന് നോക്കിയിട്ട് ഓക്കെ ആണോ എന്നൊന്ന് പറയാം. കാരണം ആ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും മോഡൽ എക്സാമും മെയിൻ എക്സാമും വരുന്നത്. ഓക്കെ, സോ നമുക്ക് ഇന്ന് തൽക്കാലം മൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും കൂടെ പറയാനുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞ പാരന്റ് ടീച്ചർ റിലേഷൻഷിപ്സ് വരുന്ന പോലെ PTA അതൊരു പവർഫുൾ ഇൻസ്ട്രുമെന്റ് ആണ്. ടൈം ടേബിൾ പവർഫുൾ, വൈറ്റൽ, ഇമ്പോർട്ടന്റ്. വൈകിട്ട് 8 to 9 ആണോ മാം ക്ലാസ്? അതെ. വൈകിട്ടത്തെ ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി ഉണ്ടാവും, സൂപ്പർവിഷൻ ഉണ്ടാവും. ആൻഡ് ഇഫ് യു നീഡ് റിവിഷൻ ആ സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും, ഇത്രയും ചാപ്റ്റേഴ്സ് അല്ലേ. വി ക്യാൻ ഡു ഇറ്റ് ഓൺ അനദർ ഡേ. മാമിനോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ നമുക്ക് ചോദിക്കാം. റിവിഷൻ അതുപോലെ, കാരണം അല്ലെങ്കിൽ നിങ്ങൾ എല്ലാം കൂടെ വീണ്ടും ഒന്നുകൂടെ കേൾക്കും. ഇന്ന് തന്നെ കേൾക്കുവാണ്, ഞാൻ ഇത്തിരി ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് പറയുവാണെങ്കിൽ ഫെഡപ്പ് ആയിപ്പോകും. അപ്പൊ അതല്ലേ നല്ലത്. ഒരു സെപ്പറേറ്റ് ഡേ ഫോർ റിവിഷൻ. നിങ്ങളൊന്ന് വായിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ആൻസർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു റിവിഷൻ, ഒരു റിഫ്രഷിംഗ് സെഷൻ വെക്കുന്നതല്ലേ നല്ലത്, അല്ലേ? ആണോ? MT7 ക്ലാസ് ഉണ്ടോ രാത്രി? MT7 ആരെങ്കിലും കയറി വന്നോ? ഞങ്ങൾക്കൊന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു ഗ്രൂപ്പിൽ. അത് ആ ഗ്രൂപ്പിൽ നിന്ന് ആരെയും മാറ്റിയിട്ടില്ല. ആക്ച്വലി MT5 വരെ ക്ലാസ് ഉള്ളൂ. ഇപ്പോഴത്തെ ഉച്ചത്തെ ക്ലാസ്സും രാത്രിയിലത്തെ ക്ലാസ്സും MT5 വരെ ഉള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും ആ ഒരു മെസ്സേജും കൂടെ കൊടുത്തേക്കാം കേട്ടോ. MT5 വരെ ഉള്ളൂ. നിങ്ങൾക്ക് PG സ്റ്റാർട്ട് ചെയ്യണം, ലൈക്ക് ഒന്നും ആയിട്ടില്ലല്ലോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. അപ്പൊ കാണാം. ബൈ. താങ്ക് യു മാം. റിവിഷൻ അങ്ങനെ പോരെ? തംസപ്പ് ഒക്കെ വന്നു. താങ്ക് യു മാം.
താങ്ക് യു മാം. മാം ഭക്ഷണം കഴിക്കുവാൻ കേട്ടോ. താങ്ക് യു. കഴിച്ചു.